വയനാട് പുൽപ്പള്ളിയിലെ BJP UDF ധാരണയിൽ ഇടഞ്ഞ മുസ്ലിം ലീഗ് ഇന്ന് നടക്കുന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു. വാർഡ് മെമ്പർ ലെസ്ന മുനീറിനോട് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിർദ്ദേശം നൽകിയതായി ലീഗ് അറിയിച്ചു. UDF സംവിധാനത്തിന്റെ നേതൃത്വത്തിന്റെ അറിവോടോ സമ്മതത്തോടോ കൂടിയല്ല ഇന്നലെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. BJPക്ക് വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പുൽപ്പള്ളി 5-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ UDFന്റെ മെമ്പർ ലെസ്ന മുനീറിനെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നതിന് വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പിൽ പങ്കെടുത്ത KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള പുൽപ്പള്ളിക്കാരനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അദ്ദേഹമാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് വേണ്ടി അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ദ്വിദിന ക്യാമ്പിൽ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണോ BJPയുമായുള്ള ബാന്ധവം ഉണ്ടായത് എന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ടെസ്റ്റ് ഡോസായിട്ടാണ് പുൽപ്പള്ളിയിൽ ഇങ്ങനെയൊരു പരസ്യമായ രൂപത്തിലുള്ള ബാന്ധവം BJPയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി, ഫൈസൽ കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. ഫൈസൽ, എന്താണ് ഈ അവിടുത്തെ ധാരണ, അതിന്മേലുള്ള പ്രശ്നം? നിഷാദ്, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 9 സീറ്റ് LDFനും 8 സീറ്റ് UDFനും 4 സീറ്റ് BJPക്കുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലഭിച്ചത്. ഇതിൽ ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. അതിൽ UDF അംഗങ്ങളായി മത്സരിച്ച ആളുകൾക്ക് 12 വോട്ട് ലഭിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ UDFനും 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BJPക്ക് എന്നുള്ള ധാരണയാണെന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എടുത്തു പറയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 8 സീറ്റുകളാണ് UDFനുള്ളത്, 4 സീറ്റുകളാണ് BJPക്കുള്ളത്. 12 സീറ്റുകൾ 12 വോട്ടുകൾ ലഭിച്ചുകൊണ്ടാണ് UDFന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ന് ഇപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി BJPയുടെ അംഗമാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും UDFന്റെയും BJPയുടെയും കോൺഗ്രസിന്റെയും BJPയുടെയും ധാരണ പ്രകാരം ഇന്ന് BJPയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മത്സരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായും വോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ അംഗത്തോട് വിട്ടുനിൽക്കാൻ ഇപ്പോൾ ആ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു അംഗമാണ് ഇവിടെ മുസ്ലിം ലീഗിലുള്ളത്. അപ്പോൾ ആ ഒരു അംഗത്തോട് വിട്ടുനിൽക്കാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കോൺഗ്രസിന്റെയും ഈ BJPയുടെയും ധാരണ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ലീഗ് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ റഫീഖും ഇതിനെതിരെ രംഗത്ത് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് UDFന്റെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ KPCC നേതൃക്യാമ്പ്, 2 ദിവസത്തെ നേതൃക്യാമ്പ് വയനാട്ടിൽ വെച്ച് നടക്കുന്നത്. അതിനുശേഷം നടന്ന ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും BJPയുടെയും ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കാരണം അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിന് കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം മറുപടി പറയണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ലീഗിന്റെ പ്രതിനിധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിശാ.